തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ സുഗതനെ കാടത്തപരമായി അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന മേയർ അഡ്വക്കേറ്റ് വി രാജേഷ്. പൊതുപ്രവർത്തകർക്കെതിരെ ക്രിമിനൽ കേസുകൾ പതിവാണ് എന്നും ഇതെല്ലാം കാപ്പ കേസാക്കി മാറ്റുന്ന പോലീസ് നടപടി അംഗീകരിക്കില്ലെന്നും മേയർ വി രാജേഷ് ഡൽഹിയിൽ പറഞ്ഞു. വട്ടിയൂർക്കാവ് CI വിപിൻ, SI അഭിജിത്ത് എന്നിവർ കുഴപ്പം സൃഷ്ടിക്കുന്നവരാണ് എന്നും മേയർ കുറ്റപ്പെടുത്തി. കാപ്പ കേസിൽ ഒരു വ്യക്തിയെ പെടുത്തിയാൽ അദ്ദേഹത്തെ അത് അറിയിക്കണമല്ലോ രേഖാമൂലം. അത് കാണിക്കട്ടെ. അതൊന്നുമില്ലാതെ പാതിരാത്രിയിൽ ഒരു വീട്ടിൽ കയറി ഒരു സ്ത്രീയും 2 കുഞ്ഞുങ്ങളും കൗൺസിലർ മാത്രമുള്ള സമയത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെന്ന മാത്രയിൽ തന്നെ വട്ടിയൂർക്കാവ് CI വിപിൻ തോക്കെടുത്ത് ആകാശത്തേക്ക് വെടിവെക്കുന്നു. സുഗതന്റെ 14 വയസ്സുള്ള വിദ്യാർത്ഥിയായിട്ടുള്ള മകന്റെ നേർക്കാണ് ആദ്യം തോക്ക് ചൂണ്ടിയത്. അതിനുശേഷം സുഗതന്റെ ഭാര്യ അശ്വതിയെ മർദ്ദിക്കുന്നു. ഇത്രത്തോളം ഒരു ഭീകരാന്തരീക്ഷം വെടിവെച്ച് ഒരു കൗൺസിലറെ പിടിക്കേണ്ട സാഹചര്യം വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും ഉണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വട്ടിയൂർക്കാവ് ഉണ്ടായിട്ടുള്ള എല്ലാ അതിക്രമങ്ങളുടെയും അടിസ്ഥാന കാരണം ഈ വിപിൻ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ മാനസികാവസ്ഥയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത് DGP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റികളെ കുറിച്ച് അന്വേഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിപിനോട് നിർബന്ധിതമായി അവധിയിൽ പോകണമെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആവശ്യപ്പെട്ടതിന് പ്രകാരം വിപിൻ അവധിയിൽ പോയിരുന്നു. ഒരു മുൻ MLA സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ ചെന്നിരുന്ന് നിർബന്ധം ചെലുത്തിയിട്ടാണ് വിപിന്റെ അവധി ക്യാൻസൽ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. വിപിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് സുഗതനെ കാപ്പ കേസിൽ പെടുത്തുവാനുള്ള ഒരു പരിശ്രമം നടത്താൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. വിവരങ്ങളുമായി ആദർശ് TS ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ആദർശ്, ഡൽഹിയിലാണ് ഇപ്പോൾ മേയർ വി രാജേഷ് ഉള്ളത്. എന്തായാലും ഈ പോലീസ് കാടത്തം തലസ്ഥാനത്ത് അരങ്ങേറിയ പോലീസ് നരനായാട്ടിൽ അതിശക്തമായ പ്രതിഷേധം ഇരമ്പുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു മേയറുടെയും പ്രതികരണം. ഇന്ന് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ആദർശ്? രാഖി, മേയർ വി രാജേഷ് എടുത്തു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കൗൺസിലർ സുഗതനെതിരെയുള്ള പോലീസ് നടപടിയെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് തന്നെയാണ്. തനിക്കൊപ്പമുള്ള കൗൺസിലർമാർ, അത് രാഷ്ട്രീയ വ്യത്യാസം മറന്നുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാർ, അവർക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ അതിനെതിരെ പ്രതികരിക്കുമെന്നും കൗൺസിലർമാരെ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. മാത്രമല്ല, ഈ കൗൺസിലർ സുഗതനെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭാ ഭരണത്തെ അസ്ഥിരപ്പെടുത്തുവാനുള്ള നടപടി നടക്കുകയാണെങ്കിലും അത് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. നിയമപരമായും രാഷ്ട്രീയമായും ഇതിനെയൊക്കെ നേരിടുമെന്ന് മേയർ വ്യക്തമാക്കുകയും ചെയ്തു. ഈ കേസടക്കമുള്ള കാര്യങ്ങളിൽ കാപ്പ കേസുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ അവർ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കാട്ടുന്നതിനൊന്നും തയ്യാറല്ല. കേസ് തനിക്കെതിരെയുമുണ്ട് എന്ന് മേയർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ ഒരു കേസിൻ്റെ പേരിൽ, അതുമല്ലെങ്കിൽ ഒരു കാപ്പ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തുന്ന ചില അക്രമങ്ങൾ, ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് മേയർ സ്വീകരിച്ചത്. മേയർ കൃത്യമായിട്ട് തന്നെ ഈ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയും പോലീസിൻ്റെ നടപടി ശരിയല്ല എന്ന് നേരത്തെ തന്നെ DGP ഉൾപ്പെടെയുള്ളവരോട് പറയുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഇടതുപക്ഷ ഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഇടതുപക്ഷത്തുണ്ടായിരുന്ന ഒരു MLA, ഇപ്പോഴദ്ദേഹം മുൻ MLA ആണ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില ഇടപെടലുകൾ ഇക്കാര്യത്തിലുണ്ട് എന്നും നിലവിൽ ഈ കൗൺസിലർ സുഗതനെതിരെ രാജേഷ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം നാട്ടിലെത്തിയാൽ ഉടൻ തന്നെ ഈ സംഭവ സ്ഥലത്തെത്തുകയും സുഗതന്റെ കുടുംബത്തെ സന്ദർശിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. രാഖി.